ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ നല്ലൊരു വചനം 19-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. മനോഹരമായ ദൈവത്തിൻ്റെ കരവിരുതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു വാക്യം 8-ാം സങ്കീർത്തനത്തിൽ 3-ാമത്തെ വാക്യത്തിലും ഇതുപോലെ ഒരു വചനമുണ്ട്: നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ കണ്ടു. എല്ലായിടത്തും ദൈവത്തിൻ്റെ പ്രവൃത്തി മഹത്വമുള്ളതാണ്, അത് മനോഹരമാണ്, ഒന്നും വേസ്റ്റ്. ഏദനിലേക്ക് പോയ ഒരു കാഴ്ച കാണാം. എല്ലാ ദൈവം സൃഷ്ടിച്ചു, എല്ലാ ദിവസവും നല്ലത്, ഒരു ദിവസവും മോശമില്ല, എല്ലാ ദിവസവും നല്ലത്. തൻ്റെ സൃഷ്ടികളെല്ലാം നല്ലതെന്ന് ദൈവസാക്ഷ്യം പറയാം. മനുഷ്യന് വേണ്ടി എല്ലാം മനോഹരമാക്കി ദൈവം സൃഷ്ടിച്ചു, എല്ലാം ഒരുക്കിയിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാം വളരെ മനോഹരം. അങ്ങനെയെങ്കിൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ. കാരണം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് മനുഷ്യരുമായിട്ടാണ്. എല്ലാ നന്മകളും ഒരു സുപ്രഭാതത്തിൽ മനുഷ്യൻ നഷ്ടപ്പെട്ടു, പാപത്തിൽ വീണു. എന്നാൽ ആ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം നേരിട്ടിറങ്ങി. അതിൽ കൂടെ തന്നെ മനുഷ്യനുമായിട്ടുള്ള ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹവും മനുഷ്യനുള്ള പ്രത്യേകതയും മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ, തൻ്റെ ഏറ്റവും നല്ല സൃഷ്ടിയോടുള്ള ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ പ്രകൃതിയിലോട്ട് നോക്കാം. എന്ത് മനോഹരമാണ് ദൈവത്തിൻ്റെ കാഴ്ച! ദൈവം ഉണ്ടാക്കിയതിൻ്റെ ആ മനോഹാരിത ഈ ഭൂമിയിലേക്ക്, പ്രകൃതിയിലേക്ക് നോക്കി. രാത്രി ഒന്ന് ഇരുട്ടി കഴിയുമ്പോൾ ആകാശത്തേക്കൊന്ന് നക്ഷത്രങ്ങൾ, ചന്ദ്രന് എല്ലാം തെളിഞ്ഞ് നിൽക്കുക. എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്നത് മുകളിലേക്ക് അല്പസമയം നോക്കി കിടക്കുമ്പോൾ എന്ത് സന്തോഷം അതിലേക്ക് നോക്കും. ഒരു കടൽക്കരയിലേക്ക് പോകുമ്പോൾ സന്ധ്യയുടെ യാമത്തിൽ ആ കടൽക്കര എന്ത് മനോഹരമാണ്. തിരമാലകൾ ആർത്തലച്ച് വരുന്നു, സൂര്യൻ പതുക്കെ പതുക്കെ താഴോട്ടിറങ്ങി അപ്പുറത്തേക്ക് കടലിലേക്ക് ഇറങ്ങി പോകുന്നത് പോലുള്ള ഒരു ഫീലിങ്സ്. എന്ത് മനസ്സിന് എന്ത് കുളിർമ നൽകുന്ന കാഴ്ചകളാണ് ഈ പ്രകൃതിയിലെ. ഇനി വർണ്ണിക്കുവാൻ അനേകമുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ സൃഷ്ടി, അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി, നഷ്ടപ്പെട്ടു പോയ തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി തൻ്റെ ജീവനെ കൊടുത്തത്. അല്ല എന്നുണ്ടെങ്കിൽ ദൈവം കൊടുക്കത്തില്ല. അത്രയ്ക്ക് പ്രത്യേകത ഉള്ള മനുഷ്യൻ്റെ ജീവിതം എത്ര മനോഹരമായിരിക്കും. ഇത്രയും വില കൊടുത്ത് മനുഷ്യനെ നേടുവാൻ ദൈവത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവിതം എത്ര മനോഹരമാക്കുവാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതാണ് ആവർത്തന പുസ്തകത്തിൽ പറയുന്നത്: നിന്നെ ഞാൻ വാലല്ല തലയാക്കുവാനാണ് നിന്നെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത്. ആവർത്തനം 28 മൊത്തത്തിലൊന്ന് വായിച്ചാൽ അനവധി അനുഗ്രഹങ്ങൾ തിരുവചനത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഓരോ പ്രഭാതത്തിലും ഓരോ ദൈവമക്കളും എഴുന്നേൽക്കുമ്പോൾ കർത്താവിന് തന്ന ഈ പ്രഭാതം അനുഗ്രഹിക്കപ്പെട്ടത്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്, എൻ്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെട്ടത്, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടത്, എൻ്റെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ടത്, എല്ലാം അനുഗ്രഹിക്കപ്പെട്ട. കാരണം ഞങ്ങൾ മനോഹരമാണ്. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾ ഈ ഭൂമിയിൽ മനോഹരമായിരിക്കും. ദൈവത്തിൻ്റെ സൃഷ്ടിയാണെങ്കിൽ മനോഹരമായിരിക്കണം എന്ന് പറഞ്ഞാൽ സൗന്ദര്യമല്ല കൂടുതൽ ഉദ്ദേശിക്കുന്നത്, അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതം സന്തോഷപൂർണമായി ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, അനുഗ്രഹങ്ങൾ കണ്ട് നമ്മൾ നിത്യതയിലേക്ക് പോകണം. നമ്മുടെ പഴയ നിയമപിതാക്കന്മാരെയൊക്കെ നോക്കി
വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ആരാണ് ദൈവത്തോട് പറ്റിച്ചേർന്ന് ആരെങ്കിലും പോകാതിരുന്നിട്ടുണ്ടോ? വാഗ്ദത്ത നിവൃത്തി ഇല്ല. പക്ഷെ ഈ വെളിപ്പാടകത്ത് കത്തണം. വെല്ലുവിളികളില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. വെല്ലുവിളികൾ ഉണ്ടാകാം, പക്ഷെങ്കിൽ അവിടെയെല്ലാം ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കണം. എങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കും? യോഹന്നാനെ നോക്കുക, തൻ്റെ മാർവിനോട് ചേർന്ന് കിടന്നതുപോലെ, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞവനെ പോലെ തൻ്റെ മാർവിനോട് ചേർന്ന് കിടക്കുന്ന യോഹന്നാൻ. അപ്പം അങ്ങനെ പറ്റിച്ചേർന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം നമ്മുടെ ജീവിതം, ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതം ദൈവം മനോഹരമാക്കും, നിശ്ചയമാക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ജീവിച്ച് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. എന്താണ് അതിൻ്റെ അർത്ഥം? വെളിപ്പാടില്ലെങ്കിൽ ഈ നന്മയെക്കുറിച്ചുള്ള അറിവുണ്ടാകും. അതുകൊണ്ടാണ് വചന വെളിപ്പാടിലേക്ക് കയറണം. ഈ വെളിപ്പാടുകളെ വിളിച്ച് പറയണം, വിശ്വസിക്കണം. നെഗറ്റീവുകൾ പറയരുത്. ഇന്നത്തെ ദിവസം നെഗറ്റീവുകൾ പറയാതെ ദൈവ സന്നിധിയിൽ ഞാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറും, ഞാൻ ദൈവത്തിന് കൊള്ളാവുന്നവനായി ഇന്ന് ജീവിക്കും, ഫലം കായ്ക്കുന്നവനായി ഇന്ന് ജീവിക്കും, മറ്റുള്ളവർക്ക് ഞാനൊരു അനുഗ്രഹമായി മാറും. ദൈവം എന്നെ അതിനാണ് വിളിച്ചിരിക്കുന്നത്. വിശ്വസിക്കുക, വിശ്വസിച്ച് അത് ഏറ്റെടുക്കുക. ഇന്ന് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആരെങ്കിലും ഈ വെളിപ്പാടിലോട്ട് ദൈവമക്കൾ വന്നിട്ടില്ലെങ്കിൽ, അയ്യോ എനിക്ക് രോഗമാണ്, ദുഃഖമാണല്ലോ, കഷ്ടം, ഇതൊന്നും പറയുന്നു. നമ്മളെന്ത് പറയണം? ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ. നിങ്ങൾ യോസേഫിനെയും ദാവീദിനെയും ഒക്കെ അവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളില്ലാതിരുന്നിട്ടില്ല, പക്ഷെ അവരെല്ലാം പിടിച്ചു. എവിടെയാണ്? ദാവീദെന്തോ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, പക്ഷെ എനിക്കതൊന്നും പ്രശ്നമല്ല, എന്നോട് കൂടെ എൻ്റെ ദൈവമുണ്ട്. യഹോവ എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ അപേക്ഷകളും എൻ്റെ ചോദ്യങ്ങളും എൻ്റെ ആവശ്യങ്ങളും നിറവേറ്റി തരുന്നവനാണ്. വിശ്വസ്തയോടെ നിൽക്കുക. ദൈവിക അനുഗ്രഹങ്ങൾ മനോഹരമായി നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ദൈവിക വെളിപ്പാടിലേക്ക് നമ്മൾ കയറണം. ആയതിനാൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ നന്മകൾ, അനുഗ്രഹങ്ങൾ, അവരുടെ ജീവിതം മനോഹരമായി മാറട്ടെ. ദാരിദ്ര്യത്തിനല്ല, ശാപത്തിനല്ല, ദുഃഖത്തിനല്ല, പ്രയാസങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ മുമ്പാകെ മനോഹരമായ, മറ്റുള്ളവർ ആസ്വദിക്കത്തക്ക നിലയിലുള്ള, നോക്കി കുതിക്കത്തക്ക നിലയിലുള്ള ഒരു ജീവിതം ഇന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവ് തന്നിരിക്കാൻ സ്തോത്രം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങളോട് പറഞ്ഞത്. ആകാശത്തേക്ക് നോക്കി ദൈവത്തിൻ്റെ കരവിരുതാണ്, കടൽക്കരയിലേക്ക്, പ്രകൃതിയിലേക്ക് എല്ലാം നോക്കി എന്ന് പറഞ്ഞതുപോലെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾ മനോഹരമായി മാറുമ്പോൾ ചുറ്റുമുള്ളവർ നിങ്ങളെ നോക്കി യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർക്ക് നിങ്ങളെ നോക്കി പറയുവാനിടയാകും. ഇന്ന് ഇത് നടക്കട്ടെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിച്ചെന്ന് യേശു ക്രിസ്തു തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. God bless you. വീണ്ടും കാണാം.